നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ 8ാമത്തെ ചാപ്റ്ററും +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 11ാമത്തെ ചാപ്റ്ററുമായിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിൾ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ വയർലെസ് ആയിട്ടോ നമ്മളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ഡിവൈസുകളും അങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. അതായത് കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ നമ്മൾ മോഡം കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സ്കാനർ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു കേബിൾ വഴിയായിരിക്കും, അല്ലെങ്കിൽ ഒരു വയർലെസ് ഫെസിലിറ്റി വൈഫൈ വഴിയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ആ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇതുപോലെയുള്ള സ്കാനർ മോഡം പോലെയുള്ള ഹാർഡ്വെയർ ഡിവൈസും കൂടി ചേർന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയാം. ഇനി എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും 5 ഗുണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ റിസോഴ്സ് ഷെയറിംഗ് ആണ്. റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയർസും, അതിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുക. ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്താൽ ഇപ്പോൾ 5 കമ്പ്യൂട്ടറുകൾ നമ്മൾ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട്, പരസ്പരം കണക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ബാക്കിയുള്ള 4 എണ്ണത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രിൻ്റർ ഉണ്ടായാൽ മതി, മറ്റുള്ള ഏത് സിസ്റ്റത്തിൽ നിന്ന് പ്രിൻ്റ് കൊടുത്താലും നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ ഹാർഡ്വെയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ റിസോഴ്സൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയാം. ഇനി പ്രൈസ് പെർഫോമൻസ് റേഷ്യോ ആണ്. നമുക്കറിയാം ചില സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 10,000, 12,000, 25,000 ഒക്കെയാണ് റേറ്റ് ഉണ്ടാവുക ഒറിജിനൽ സോഫ്റ്റ്വെയറിന്. അപ്പം നമ്മളുടെ ഒരു ലാബിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ 10 കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 10 കമ്പ്യൂട്ടറിലേക്കും സോഫ്റ്റ്വെയർ നമ്മൾ 20,000, 30,000 കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മറ്റുള്ള സിസ്റ്റങ്ങളിലേക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രൈസ് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പവും അതുപോലെ തന്നെ വേഗത്തിലും ആക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം വേറൊരാളെ അറിയിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കത്തെഴുതുക അല്ലെങ്കിൽ കമ്പി അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഫ്രണ്ട്സ്, നമ്മളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ഏട്ടനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ വിദേശത്തോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാട്സപ്പ് എടുക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എടുക്കും, വീഡിയോ കോൾ ആണെങ്കിലും ഓഡിയോ കോൾ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 5 കമ്പ്യൂട്ടറുകൾ നമ്മൾ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലുള്ള ഡേറ്റ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലുള്ള ഫയലും ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളിലേക്കൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിലുള്ള ഡേറ്റകൾ നമുക്ക് മറ്റുള്ള കമ്പ്യൂട്ടറിലേക്കൊക്കെ നമുക്ക് ബാക്കപ്പ് എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഉള്ള ഒരു കമ്പ്യൂട്ടർ കേടുവന്നാലും മറ്റുള്ള സിസ്റ്റങ്ങളിലൊക്കെ ആ ഡാറ്റ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുക. പിന്നെ സ്കാലബിലിറ്റിയാണ്. സ്കാലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 കമ്പ്യൂട്ടറുകളുള്ള ഒരു നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ നെറ്റ്വർക്കിൻ്റെ ശേഷി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 കമ്പ്യൂട്ടറും കൂടി അഡീഷണൽ ആയിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു അഡീഷണൽ സ്റ്റോറേജ് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്കാലബിലിറ്റി എന്ന് പറയുക. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളുടെ എണ്ണം കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ബാൻഡ് വിഡ്ത്ത്, അതുപോലെ തന്നെ എന്താണ് നോയ്സ് എന്ന് നോക്കാം. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നെറ്റ്വർക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴിയാണ്. അതായത് ഒരു കേബിൾ വഴിയോ അല്ലെങ്കിൽ ഒരു വയർലെസ് ആയിട്ടാണ് ഒരു ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സമയം ഒരു യൂണിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡാറ്റകളുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുക. ഈ ബാൻഡ് വിഡ്ത്ത് അളക്കുന്നതിനുള്ള യൂണിറ്റാണ് BPS. BPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ്. അതായത് ഒരു സെക്കൻഡ് സമയത്തിൻ്റെ ഉള്ളിൽ എത്ര ബിറ്റ് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി, മാക്സിമം എത്ര ബിറ്റ് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി, അതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുക. പിന്നെ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക്
നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഡേറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ, ആ സിഗ്നലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലോ, ആ സിഗ്നലുകളുടെ ആ ഒരു എന്താ പറയുക എനർജി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി കമ്മിയാക്കുക അല്ലെങ്കിൽ ക്വാളിറ്റി തടസ്സപ്പെടുക ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സുഗമമായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫർ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നോയ്സ് എന്ന്. പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടി ഉള്ളതാണ് നോഡ് എന്ന് പറയുന്നത്. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കുറേ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ സ്കാനർ ഉണ്ടായിരിക്കാം, പ്രിൻ്റർ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിന്, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ്, ഏതെങ്കിലും ഒരു ഡിവൈസ്, ആ ഡിവൈസിനെയാണ് നോഡ് എന്ന് പറയുക. ഇപ്പം ഞാനൊരു കമ്പ്യൂട്ടറിൽ, എൻ്റെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറുണ്ട്, മോഡമുണ്ട്, അതുപോലെ സ്കാനറും പ്രിൻ്ററും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്രിൻ്ററിനെയും സ്കാനറിനെയും മോഡത്തിനെയൊക്കെ നമ്മൾ എന്ത് പറയും? നോഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണേ.